നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് പോലീസുകാര് ഗേറ്റിന്റെ അവിടെ ഒന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനയോട് കൃഷ്ണമോള് ചോദിച്ചു, അല്ല ആരാ ചേച്ചി എന്ന് പറഞ്ഞു. പോലീസാന്ന് പറയണം. പോലീസോ? അവരെന്തിനാ ഇങ്ങോട്ടേക്ക്? ചിലപ്പം എന്തെങ്കിലും ചോദിച്ചറിയാനോ മറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞു. ചേച്ചി കഥ തുറക്കണോന്ന് ചോദിച്ചു. തുറക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഗേറ്റ് തുറന്നിട്ട് വരാം. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണല്ലോ. അങ്ങനെ അലീന പോയി ഗേറ്റ് തുറക്കുകയാണ്. പോലീസ് ജീപ്പ് അകത്തേക്ക് കയറി. അങ്ങനെ അതിനകത്തുനിന്ന് എസ് ഐ ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താടി ഗേറ്റ് തുറക്കാൻ ഇത്ര താമസം എന്താന്ന് ചോദിച്ചു. സാറേ അറിഞ്ഞില്ലായിരുന്നു പറയാം. എത്ര സമയമായി ഹോൺ അടിക്കണമെന്ന് ചോദിച്ചു. സാറേ അത് പിന്നെ ജെല്ലിൽ കൂടെ വന്ന് നോക്കി, അതിന് ശേഷമാണ് തുറക്കണേന്ന് പറഞ്ഞു. എന്താടി ഇത്ര മാത്രം ജെല്ലിൽ കൂടെ നോക്കാതിരിക്കുന്നേ? വന്ന് തുറക്കാൻ അറിയില്ലെന്ന് ചോദിച്ചു. സാറേ ഞങ്ങളിവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ഓ, പെൺകുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് വന്നൊക്കെ തുറന്നുകൂടെന്ന് ചോദിച്ചു. പറഞ്ഞല്ലോ സാറേ. ഓ, ഇവിടുത്തെ ആണുങ്ങളൊക്കെ പീഡിപ്പിക്കാൻ പോയി അകത്താണല്ലോ അല്ലേ? അപ്പൊ അതാണല്ലോ കാര്യമല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അല്ല സാറ് തന്നെയല്ലേ വന്ന് പിടിച്ചോണ്ട് പോയെന്ന് ചോദിച്ചു. ശരി ശരി, അതെ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല സാറേ അതിന് ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതേ ആ വനിതാ പോലീസുകാരെ കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ടൊക്കെ പറയണം. ഒടുവിൽ അങ്ങനെ അവരെ കൊണ്ട് അലീന അകത്തേക്ക് കയറി വന്നു. അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവുമെന്ന് ഓർത്തിട്ട്. അകത്ത് കയറി കഴിഞ്ഞ ഉടനെ എസ് ഐ ചോദിച്ചു, അല്ല രോഹിത്തിന്റെ മുറി എവിടെയാന്ന് ചോദിച്ചു. മുകളിലാന്ന് പറഞ്ഞു. മുകളെന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്താണോന്ന് ചോദിച്ചു. അല്ല അപ്സ്റ്റേഴ്സിലാന്ന് പറഞ്ഞു. അല്ല അവിടെ ഏതാ റൂം എന്ന് ചോദിച്ചു. രണ്ടാമത്തെ മുറിയാന്ന് പറയാണ്. എന്താ റൂം നമ്പർ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീനയും കൃഷ്ണമോളും പരസ്പരം നോക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണയോട് ചോദിച്ചു, അല്ല നീ ആ ബാലേന്ദ്രന്റെ മോളല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയണം. പിന്നീട് വനിതാ പോലീസുകാരെ വിളിച്ചു. കീർത്തി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഇവിടെ ഞാൻ കൂട്ടിപ്പോയി ആ രോഹിത്തിന്റെ മുറി ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, സാറേ ഞാൻ പോകാന്ന് പറയണം. അതെ നീ ഇവിടെ നിന്നാ മതി, ഇവളോടാ പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കീർത്തിയാൻ കൂട്ടിക്കൊണ്ട് കൃഷ്ണമോളും മോളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് പോകണം. കൃഷ്ണയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, താനും കൂടെ ചെല്ലാൻ പറയണം. അങ്ങനെ അയാളും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം അലീനയോട് ചോദിച്ചു, അല്ല നീ ഇവിടെ ജോലിക്ക് വന്ന പെണ്ണല്ലേന്ന് ചോദിച്ചു. അതെ. നീ ഏതോ ഓർഫനേജിൽ നിന്ന് വന്നല്ലേന്ന് ചോദിച്ചു. അതെ ഓർഫനേജിൽ നിന്ന് വന്ന ഒരു പ്രായം ചെന്ന സ്ത്രീയെ നോക്കാൻ വേണ്ടി വന്നതല്ലേ? അതേന്ന് പറഞ്ഞു. അല്ല നിന്നെ ആരെങ്കിലും ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. വീണ്ടും അയാൾ ചോദ്യം ആവർത്തിക്കണം. നിന്നോടാ ചോദിച്ചേ ലൈംഗികമായിട്ട് നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, ഇല്ലാന്ന് പറയണം. നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുകൊണ്ട് വരും, വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിന്റെ കാര്യം എന്താ സാറേ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ തീരുമാനിക്കാം. നിനക്ക് ചോദ്യത്തിനോടൊക്കെ സഹായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സാറിന്റെ ഏത് ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തരാത്തെ? എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും എസ് ഐ ഒന്നും പതറി. കാരണം അലീന ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നില്ല അലീന. എന്ത് വന്നാലും നേരിടാന്നുള്ള ആത്മവിശ്വാസം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. അതേസമയം കൃഷ്ണമോളും ആ വനിതാ പോലീസുകാരിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ചോദിച്ചു, എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോന്ന് ചോദിച്ചു. സീഡിയോ മറ്റോ? ഒന്നും കിട്ടിയില്ല സാറെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവളെയും കൂടെ കസ്റ്റഡിയിൽ എടുത്തോളാൻ പറയണം. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. ആ സമയത്ത് കൃഷ്ണമോള് ചേച്ചിന്ന് പറഞ്ഞ് വിളിച്ചു. അലീന പറഞ്ഞു, പേടിക്കണ്ട ചേച്ചി എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. അതേ മോളെ കഥയൊക്കെ അടച്ചിരുന്നോണം, അറിയാലോ. അല്ല ചേച്ചി അത് പിന്നെ പ്രത്യേകിച്ച് ആരുടെ മോളിതിനെ കുറിച്ചൊന്നും പറയാൻ പോകരുത്, അച്ഛനോടൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അത് പിന്നെ ചേച്ചി അതെ അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം ഒന്നും പറഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നേ. കൃഷ്ണമോൾക്ക് ആകെപ്പാടെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് രേവതിക്കുട്ടി അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള കോൾ എടുക്കുന്നേ. ആ അലീന ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് രേവതിക്കുട്ടി ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, ഞാൻ അലീന ചേച്ചിയല്ല, ഞാൻ കൃഷ്ണയാന്ന് പറഞ്ഞു. ആ കൃഷ്ണമോളായിരുന്നോ? എന്തിയെ അലീന ചേച്ചി എന്തിയെന്ന് ചോദിച്ചു. അതെ അലീന ചേച്ചി പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയെന്നോ? ഈ നട്ടുവെച്ച സമയത്ത്? നട്ടാ കുരുക്കാത്ത നോണ പറയല്ലേ കൃഷ്ണമോളെന്ന് പറഞ്ഞു. അല്ല സത്യവേച്ചി പറഞ്ഞ് ഒരു 5 മിനിറ്റ് ആയതോളെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ കൃഷ്ണമോളെ പറയണമെന്ന് ചോദിച്ചു. അതെ അല്ല അതിന് അലീന ചേച്ചി എന്ത് കുറ്റമാണ് ചെയ്തേ? അലീന ചേച്ചി എന്തിനാ പോലീസ് കൊണ്ടുപോയത്? അത് പിന്നെ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അനിഷ്ട സംഭവങ്ങളോ? അതെ അത് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല, എന്താണെങ്കിലും പറ. പിന്നീട് കൃഷ്ണമോള് രോഗത്തിനെ കുറിച്ചുള്ള കാര്യം പറയണം. കഴിഞ്ഞ പ്രാവശ്യം
അലീന ചേച്ചിക്കുണ്ടായ ദുരനുഭവം അറിയാലോ. ആ ഹരി ഇവിടെ വന്നിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അറിയാലോ. മയക്കുമരുന്ന് ജ്യൂസിനകത്ത് കലർത്തി കൊടുത്തേ അതുപോലെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. ഇതുപോലൊരു പെൺകുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി. അപ്പോൾ അവരൊക്കെ ലോക്കപ്പിലാണെന്ന് ചോദിച്ചു. അതെ, രോഹിത്തേണ്ണ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഹരി രോഹിത്തേണ്ണെ വിളിച്ചോണ്ട് പോയി. ഒടുവിൽ രോഹിത്തേണ്ണ വന്ന് ഇന്നലെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചേച്ചി എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചു. ചിലപ്പോൾ അലീന ചേച്ചിയോട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, അല്ല മനുവേടൻ ഇത് അറിഞ്ഞു എന്ന് ചോദിച്ചു. മനുവേടനോട് അലീന ചേച്ചിയെ കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനുവേടൻ അറിഞ്ഞിട്ടുണ്ട്. മനുവേടൻ്റെ അനുജനും ഉണ്ടല്ലോ ഇതിനകത്തെന്ന് പറഞ്ഞു. അല്ല നിനക്ക് നല്ല പിടിപാടൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല രേവതി ചേച്ചി. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തളർന്ന് വീണതാ. അച്ഛനൊരു മൈനർ അറ്റാക്കും കാര്യങ്ങളുണ്ടായി. അച്ഛൻ ഹോസ്പിറ്റലാന്ന് പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്കും ഭയങ്കര ടെൻഷൻ. രേവതിക്കുട്ടി പറഞ്ഞു, അതെ സാരമില്ല കേട്ടോ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല അലീന ചേച്ചിക്ക് എപ്പോൾ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. രേവതിക്കുട്ടിക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. ഞാനേ അങ്കിളിനോടും ആൻറ്റിയോടും ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. രേവതിക്കുട്ടി പിന്നീട് മാമച്ചനെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അതെ അലീന ചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നോ? അതെങ്ങനെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അലീന ചേച്ചിയെ ഫോൺ ചെയ്തു. ഓ, ലോക്കപ്പിൽ കിടക്കുന്ന അലീനെ ഫോൺ എടുത്ത് കാണുമല്ലേ? ഒരു തമാശയും പറഞ്ഞുകൊണ്ട് അവൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ അങ്കിളെ, ഇത് തമാശയല്ല, സത്യമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടുന്ന്. അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗ്രേസം വെച്ചു, എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ സത്യം ആൻറ്റി പറയണത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണത്തുള്ളൂ പോലീസ് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. എടി അതിന് പോലീസ് കൊണ്ടുപോകാൻ അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു. അതെ അലീന ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെയോ? അല്ല മുമ്പ് അലീന ചേച്ചിയുടെ നേരെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, ഈ കൊല്ലപ്പള്ളിയിലെ ഹരിശങ്കറും രോഹിത്തേണ്ണനും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മൊഴിയെടുക്കാൻ കൊണ്ടുപോയതാന്ന് തോന്നേ. അല്ല അതിനിപ്പോൾ എന്തിനാ അവൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുക ചെയ്ത? അതല്ല, ഇന്നലെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അതിനുശേഷം ഹരിശങ്കറും രോഹിത്തും ഒക്കെ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടതും അവരൊന്ന് ഞെട്ടി. ആ സമയത്ത് ഗ്രേസം ചോദിച്ചു, അല്ല അതിനാണോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അതേന്ന് പറയണം. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, 4 ഇടി ഇടിക്കണം, അവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം, ദുഷ്ടന്മാരാന്നൊക്കെ പറഞ്ഞു. അതെ ഇതിനകത്ത് ആ ഹരി എന്ന് പറയുന്ന ഉണ്ടല്ലോ, അവനാണ് ദുഷ്ടന്, അവനാണ് ഈ രോഹിത്തേണ്ണെ വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞു. അല്ല അതിന് അലീനേനെ കൊണ്ടുവന്നേ? അല്ല മുമ്പത്തെ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അല്ല അവിടെ വേറെ മുതിർന്നവരാരും ഇല്ലേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ? അത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബാലേന്ദ്ര സാറ് ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാന്ന് പറയാണ്. എൻ്റെ ഭഗവാനെ ഇതെന്തൊക്കെയാണ് കേൾക്കണേ. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, സാരമില്ല, ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ, കുറച്ച് കഴിയുമ്പോൾ വിട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ രേവതിക്കുട്ടിക്ക് അത് കേട്ട് സമാധാനമായില്ല. രേവതിക്കുട്ടി പറഞ്ഞു, എൻ്റെ ചേച്ചിയല്ലേ, എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോഴറിയാലോ. പോലീസുകാർക്ക് എന്താണെങ്കിലും അവിടെ വെച്ച് ചോദ്യം ചെയ്യാനോ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു, അതവരുടെ ധാർഷ്ട്യമാണെന്നോ തോന്നിയെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അതെ എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയും ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അല്ല മനുശങ്കർ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. മനുവേട്ടനും അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് അലീനയും കൊണ്ട് പോലീസുകാർ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ആ സമയത്ത് SI മുന്നിലിരുന്ന് കീർത്തിന്ന് വിളിക്കുകയാണ്, കോൺസ്റ്റബിളിനെ വിളിക്കുകയാണ്. അപ്പം കോൺസ്റ്റബിൾ അലീനയോട് ചോദിച്ചു, എടി നിന്നെ അവര് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു. നിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കാരണം നിന്നെ വേറെ എന്തിനേലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ, നിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചു. അലീന ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിന്റെ നഗ്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവളുടെ ഫോണിനകത്ത് വന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അലീന വട്ടം തർക്കിക്കുകയാണ്. കാരണം അലീനയ്ക്ക് അറിയില്ല, അതാണ് അലീന പറയണേ. അത് കേട്ടപ്പോൾ SI പറഞ്ഞു, ഓ ഇവളൊന്നിനും സഹകരിക്കുന്നില്ലല്ലേ കീർത്തിന്ന് ചോദിച്ചു. ഇല്ല സാറേ, സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ, ഇവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറയാണ്. അവരുടെ മനസ്സിൽ എന്തോ ഒരു ഉദ്ദേശമുള്ള പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.